സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയിൽ മരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു. കഴക്കൂട്ടം കുളത്തൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്താണ് തലസ്ഥാനത്തെ സാഹചര്യം? പൊതുവിൽ സംസ്ഥാനത്തെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും. വേണു, സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് വരുന്ന മഴ മുന്നറിയിപ്പിൽ വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്നുണ്ടായിരുന്നു. അത് വെള്ളിയാഴ്ച വരെയും തുടരും. വെള്ളിയാഴ്ച വരെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയുമൊക്കെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തിരുവനന്തപുരം, ഒപ്പം കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഉച്ചയ്ക്ക് ശേഷം, കഴിഞ്ഞ ദിവസമൊക്കെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരവും ഒക്കെ വ്യാപകമായി ശക്തമായിരുന്ന മഴ പകൽ സമയത്ത് കൂടി ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. അത് മാത്രമല്ല, അപ്രതീക്ഷിതമായ മഴ അത് കുറച്ചു സമയം കൊണ്ട് ഒരുപാട് തോതിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിൽ, അതുപോലെ മിന്നൽ പ്രളയം, വെള്ളപ്പൊക്കം, വെള്ളക്കെട്ടിനൊക്കെ സാധ്യത കൂടുതലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. മലയോര ജില്ലകളിൽ ഈ റെഡ് അലർട്ട് നിൽക്കുന്ന ദിവസങ്ങളിലെല്ലാം യാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിൽ ഈ തെക്കൻ തമിഴ്നാട് തീരത്തൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മധ്യ മഹാരാഷ്ട്ര മുതൽ ഈ തെക്കൻ തമിഴ്നാട് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമായി പറയുന്നത്. ഇത് പിന്നീട് അടുത്ത ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കാലവർഷം എത്തുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് പോലും മെയ് 31-നാണ്. അതിനു മുമ്പേ സംസ്ഥാനത്ത് മഴ ഇങ്ങനെ അതിതീവ്രമായി പെയ്യുകയാണ്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചെ ആരംഭിച്ച മഴ, ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു, അതിനുശേഷം കുറച്ച് സമയം മഴ കുറവുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെ ആരംഭിച്ച മഴ തിരുവനന്തപുരത്തെ നഗര ഗ്രാമീണ മേഖലകളിൽ തുടരുന്നു എന്നുള്ളതാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രത്യേകിച്ച് നഗരമേഖലയിലാകട്ടെ റോഡുകൾ മുഴുവൻ ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്, കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. അവിടെ എല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കാരണം വൃഷ്ടിപ്രദേശത്ത് നല്ല മഴ പെയ്യുന്നതിനാൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മറ്റു ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതായി ഈ അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒരു മരം വീണ വിവരം വരുന്നത് കാര്യവട്ടം ക്യാമ്പസിന് പിന്നിലാണ്. കാര്യവട്ടം ക്യാമ്പസിന് പിന്നിൽ റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റി. വലിയ അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സപ്പെട്ടതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ റൂറൽ മേഖലയിലടക്കം തിരുവനന്തപുരത്ത് ഈ കാർഷിക മേഖലയിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കാർഷിക ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് സമാനമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ കോറിംഗ് മൈനിങ് പ്രവർത്തനങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ കായലോര, കടലോര വിനോദസഞ്ചാരത്തിനും അതുപോലെ മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊന്മുടി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരവും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കർശനമായ ജാഗ്രത ഈ ഘട്ടത്തിലും തുടരണം. പ്രത്യേകിച്ച് പൊതുജനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, റവന്യൂ വകുപ്പ്, അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഈ തീരവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കൂടി അടുത്ത ദിവസങ്ങളിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. വേണം. ശരി, അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.